ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഫിഷ് ഫ്രൈ ആണ്. ഇത് നമ്മൾ സിലോപ്പിയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മുടെ സിലോപ്പിയെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ 2 എണ്ണ എടുക്കുന്നുള്ളൂ. ബാക്കി 2 എണ്ണ ഞാൻ കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഫിഷിന് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിഷിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഈ ഫിഷിനകത്ത് മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവ് ഓണാക്കിയ ശേഷം ഫ്രൈ ചെയ്യാനുള്ള പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം 2 തണ്ട് കറിവേപ്പില നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. ഒരു വശം മൊരിഞ്ഞ് വരുമ്പോൾ മറ്റേ വശം കൂടെ തിരിച്ചിട്ട് മൊരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കിടിലൻ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.